ഇന്നിപ്പോൾ ഉണ്ടല്ലോ ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായി കേട്ടോ. ലുലു വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് വേറൊരു ഷോപ്പിൽ, ഞാനിപ്പോൾ ഇവിടെ ഒമാനിൽ വന്നിട്ട് അധികമൊന്നും പോയില്ല, 1-2 പ്രാവശ്യം മാത്രം പോയൊരു ഷോപ്പിലേക്കാണ് ഇപ്പം കയറിയത്. അവിടെ കയറിയപാട് തന്നെ ഞാൻ എപ്പോഴും പാത്രത്തിൻ്റെ എല്ലാ സൈഡിലേക്കാണ് പോക്ക്. ഇതിപ്പോൾ ആദ്യമായിട്ട് ഫ്രൂട്ട്സിൻ്റെ ആ ഒരു സൈഡ്, വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ ഉള്ള സൈഡിൽ പോയിട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ശരിക്കും പ്ലാസ്റ്റിക് ആണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഇവർ ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം ഇങ്ങനെ വെച്ചത്. ശരി, രാത്രി 9 മണിയാണ് ഞാൻ അവിടെ പോകുമ്പോൾ. വന്നിട്ട് ഈ ഫ്രൂട്ട്സും പച്ചക്കറിയും ഇതെല്ലാം നോക്കിയേ ശരിക്ക് തിളങ്ങുന്നിങ്ങനെ. അത് കണ്ട ആ ഒരു അത്ഭുതം കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. സത്യം പറഞ്ഞാൽ വിലയോ അതിനേക്കാളുണ്ട് കേട്ടോ. ഈ കാണുന്ന അതേ ഭംഗിക്കുള്ള നല്ല വിലയും ഉണ്ട്. പക്ഷെ എന്നാലും പ്ലാസ്റ്റിക് തോറ്റുപോകും തോന്നും, അത്രയും അടിപൊളി വെജിറ്റബിളും ഫ്രൂട്ട്സെല്ലാം. ഏതായാലും ഒമാനുള്ളവർക്ക് ഈ ഷോപ്പ് ഇത് കണ്ടിട്ട് മനസ്സിലാകുന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സത്യം പറഞ്ഞാൽ ഞാനായിട്ട് ഇതിൽ നിന്ന് തക്കാളിയോ മറ്റെന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ വിലയും അതിൻ്റെ ഭംഗിയും കണ്ടിട്ട് ചിലപ്പോൾ 2-3 ദിവസം സൂക്ഷിച്ച് വെച്ചിട്ട് കറിയിലെല്ലാം ഇടലുണ്ടാവും. അത്രയും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിപ്പോയി. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് എല്ലാം. പിന്നെ ഇതാ ക്യൂട്ടായിട്ടുള്ളൊരു ട്രോളി കണ്ടപ്പോൾ ആമയും മിക്കോലും ആ ട്രോളിയും കൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാം ഒന്നിനൊന്ന് ഭംഗി. ആ ഷോപ്പിൽ കയറിയ സാധനമൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഒന്ന് മനസ്സിലൊന്ന് റിലാക്സ് ആയിട്ട് ഇറങ്ങി വരാൻ പറ്റും. ഇതൊരു സ്പാനിഷ് ബന്ന് കണ്ടപ്പോൾ എന്തായാലും സ്പാനിഷ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് എടുത്തതാണ്. സ്പാനിഷിലൊന്ന് ടേസ്റ്റ് നോക്കാം. അത്ര വിലയൊന്നുമില്ല, ചെറിയ പൈസക്ക് ഒരു സോഫ്റ്റ് ബന്ന്, ഞാനതെടുത്തു. എന്തായാലും പിന്നെ ലുലുവിലെല്ലാം ഒന്ന് കയറി. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. കണ്ടിഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.